ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ നിയമ സഹായം തേടാൻ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിന് എതിരെയാണ് നീക്കം. സൈഫുന്നിസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുന്നിസ, എന്തായാലും വലിയ ചർച്ചയാവുകയാണ്. കാരണം ജാനകി എന്ന പേര് ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കരുതെന്ന സെൻസർ ബോർഡിന്റെ തീരുമാനം അതൊരു ചർച്ചയാകുന്നത് മാത്രമല്ല, അതൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ അണിയറ പ്രവർത്തകർ നീങ്ങുകയാണ്. തീർച്ചയായും ഇതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിനാകെ നൽകുന്നു എന്നുള്ളൊരു വിലയിരുത്തലിൽ നിന്നാണ് നിർമ്മാതാക്കൾ നിയമപരമായി തന്നെ ഇതിനെ നേരിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച, അതായത് ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരുന്ന സിനിമയാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ. സുരേഷ് ഗോപിയാണ് അതിൽ പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ചത്. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് വലിയ ചർച്ചയായിരുന്നു. ഇതില് നിയമ പോരാട്ടത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് തന്നെ ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. സുരേഷ് ഗോപി മാത്രം 96 ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പേരോ അതിലെ കഥാപാത്രത്തിന്റെ പേരോ മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ മൊത്തം സത്ത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇനി നിയമ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകാം എന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി ഇവർ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിയമ പോരാട്ടത്തിലൂടെ തന്നെ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവർ പരിശോധിക്കുന്നത്. എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ നിയമ പോരാട്ടത്തിലൂടെ തന്നെ സിനിമയ്ക്ക് വിജയം നേടിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്, അതിനുള്ള പോരാട്ടത്തിലാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയും. ശരി സൈഫുന്നിസ, ഈ ആഴ്ച സിനിമ പുറത്ത് ഇറങ്ങാനിരിക്കെയായിരുന്നു സെൻസർ ബോർഡിന്റെ അപ്രതീക്ഷിത തീരുമാനമുണ്ടായത്. എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ് അണിയറ പ്രവർത്തകർ.